ഹായ് ഫ്രണ്ട്സ്, അഗ്രോവിസിന്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ വീഡിയോകളൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ, നമ്മൾ തോട്ടത്തിൽ കൊപ്പടിയും കാര്യങ്ങളൊക്കെ, മരുന്നടി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഫംഗിസൈഡ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും പെട്ടെന്ന് മഴ നിന്നുകൊണ്ട് നമുക്കറിയാം, മഴ നിന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെടികളിലെ ഫിസേറിയം നല്ല രീതിയിൽ ഡെവലപ്പ് ആകും. ചെടിക്ക് മഞ്ഞ കളറുകളൊക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ചെടി നല്ല രീതിയിൽ ഒടിഞ്ഞതൊക്കെ കൊണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ കുറച്ച് റീപ്ലാന്റിന്റെ കാര്യങ്ങൾ നടക്കാൻ കൊപ്പടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനുള്ള സമയം കിട്ടിയില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സമയത്ത് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ഫംഗിസൈഡ് അതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കോർട്ടിവയുടെ ഗലീലിയോവേ എന്ന് പറഞ്ഞൊരു ഫംഗിസൈഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റിൽ പലരും കണ്ടുപരിചയമുണ്ട്, പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ ചിലർ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കുറവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഗലീലിയോവേ. ഈ ഗലീലിയോവേ നമ്മൾ പൊതുവായിട്ട് ഫിസേറിയത്തിനും അതേപോലെ പോമ പോലുള്ള രോഗങ്ങൾക്കെതിരെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതായത് പിക്കാസോസ്ട്രോബിൻ 7.5%, പ്രോപ്പിക്കണസോൾ 11.7% ആണ് വന്നിരിക്കുന്നത്. SC ഫോർമുലേഷൻ വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഇത്. നമുക്കറിയാം, ഈ സമയങ്ങളിൽ നമ്മുടെ ചെടികളിൽ ഒരു റൗണ്ട് അല്ലെങ്കിൽ 2 റൗണ്ട് കായ എടുത്തിറക്കാണ് കൂടുതൽ. നമുക്ക് നല്ല രീതിയിലുള്ള കായ സെറ്റിങ്സ് ഉണ്ടായി വരികയാണ്. പെട്ടെന്ന് വെയിൽ വന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഫംഗിസൈഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ലൊരു അറസ്റ്റിലോട്ട് പോകും. ആ അറസ്റ്റ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ബയോ സ്റ്റിമുലൻ്റും കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സീവീഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കോർട്ടിവയുടെ തന്നെ ക്രോമാക്സ് എന്ന് പറഞ്ഞ സീവീഡ് കൂട്ടിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഗലീലിയോ സ്പ്രേ പോകുന്നത്. ഈ ക്രോമാക്സിന്റെ ഡോസേജ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു 400 മില്ലി ക്രോമാക്സ് ചേർത്താണ് പോകുന്നത്. ഈ സമയത്ത് നമുക്ക് ഒട്ടും അറസ്റ്റ് ഉണ്ടാകാതിരിക്കാനാണെങ്കിൽ ഒരു കോമ്പിനേഷൻ പോകുന്നത്. ഇത് കൂടാതെ ഈ സീവീഡ് നമ്മളൊരു ഫംഗിസൈഡിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ പൊതുവെ സീവീഡുകൾക്ക് പാർട്ടിക്കിൾ സൈസ് നല്ല കുറവാണ്, നല്ല ക്വാളിറ്റി സീവീഡുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടിയുടെ എല്ലാ ഭാഗത്തോട്ടും എത്തിച്ചേരും. ആ കൂടെ തന്നെ നമ്മുടെ ഫംഗിസൈഡുകളും പെട്ടെന്ന് ചെടിയുടെ എല്ലാ ഭാഗത്തോട്ടും എത്തിച്ചേരും. ഇതുകൂടാതെ നമ്മൾ ഫംഗിസൈഡിന്റെ അറസ്റ്റ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഇത് കൂട്ടി സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഫംഗിസൈഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളിലെ സൈലം ഫ്ലോകളുടെ വേഗത ഒന്ന് കൂട്ടുകയും മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസിന്റെ അപ്ടേക്ക് കൂട്ടും. പെട്ടെന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കും. അങ്ങനെ ചെടി നല്ല അറസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്കറിയാം, സീവീഡുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ്, അമിനോ അമ്ലംസ് ഒക്കെ ചെടിക്ക് അവൈലബിൾ ആകുന്നുണ്ട്. അതുകൊണ്ട് ചെടിക്ക് നല്ലൊരു ഗ്രോത്തും കിട്ടും. അത് നമ്മളൊരു അഡീഷണലി നമ്മൾ ഫംഗിസൈഡിന്റെ കൂടെ കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മുടെ മെയിൻ സാധനം നമ്മൾ ഇപ്പൊ ഫിസേറിയം നല്ല രീതിയിൽ, ഫിസേറിയം പോമ പോലുള്ള രോഗങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ തോട്ടത്തിൽ കണ്ടുവരുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ തോട്ടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ. നമ്മൾ മിക്കവാറും പേര് ജെസിക്കോ അല്ലെങ്കിൽ നേറ്റീവോ പോലുള്ള കോമ്പിനേഷനുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അടുത്തൊരു ഫംഗിസൈഡ് ഏതെന്ന് ആലോചിക്കുന്നവർക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ പിക്കാസോസ്ട്രോബിൻ പ്ലസ് പ്രോപ്പിക്കണസോൾ വരുന്നത്. ഇതിന്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് 200 മില്ലിയാണ്. വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഒരു 250 മില്ലി വരെ കൊടുക്കാൻ കഴിയും 200 ലിറ്ററിന്. അപ്പൊ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം 250 കൊടുക്കുക, അല്ലെങ്കിൽ 200 മില്ലി തന്നെ നമ്മൾ നിർത്തുക. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ചെടികളിൽ വരുന്ന നമ്മുടെ ഫിസേറിയം ഇലയുടെ അടിയിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരും അതിന്റെ നാരിന്. ആ ഒരു പ്രശ്നത്തിന് നല്ലൊരു റിസൾട്ടാണ്. അതേപോലെ നമ്മുടെ ചെടിയിൽ വരുന്ന തുരുമ്പ് രോഗം എന്ന് പറഞ്ഞ ഫിസേറിയം, നമ്മുടെ തണ്ടിൽ വരുന്നത്, അതായത് ഫിസേറിയം, അതിന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മളിത് ക്രോമാക്സ് കൂട്ടി ഈ നമ്മുടെ ഗലീലിയോവേ സ്പ്രേ ചെയ്യുമ്പോൾ ചെടി നല്ല ഗ്രീനിഷ് ആയിട്ട് മാറും നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം ഇത് ഇലപ്പകുതികളിൽ അതേപോലെ ലീഫ് കാനോപ്പി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇത് തങ്ങി നിന്നിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഇത് കൂടാതെ ഇതിന്റെ തണ്ടില് നല്ല രീതിയിൽ തണ്ടിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന ഈ ഫിസേറിയ ഉള്ളിൽ നമ്മുടെ സൈലം ഫ്ലോകളുടെ നടക്കുന്ന ഭാഗങ്ങളിൽ ഡെവലപ്പ് ആകുന്ന ഫിസേറിയത്തിന്റെ സ്പോറുകളെയൊക്കെ നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെടിയുടെ ന്യൂട്രിയൻസ് അപ്ടേക്ക് പിന്നെയും കൂടും. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും നമ്മുടെ ഗലീലിയോവേ ഉപയോഗിക്കുമ്പോൾ. ഇത് ഉപയോഗിക്കുന്ന സമയങ്ങളനുസരിച്ചാണ് റിസൾട്ട്. നമുക്ക് നല്ല മഞ്ഞിറങ്ങി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ചില മേഖലകളിലൊക്കെ കൊടുക്കുമ്പോൾ റിസൾട്ട് കുറവുണ്ടെന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാലാവസ്ഥയിൽ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്കറിയാം, നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു വെയിൽ തെളിഞ്ഞു, അങ്ങനെയുള്ള നമുക്ക് ഫിസേറിയം, പിത്തിയം, ഫൈറ്റോതോറ പോലുള്ള ഫംഗസുകളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സമയങ്ങളുണ്ടാകുന്ന ഫിസേറിയം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മുടെ ചെടിയുടെ സെൻട്രൽ പോർഷനിലോട്ട് കയറി അവിടെ ഡെവലപ്പ് ആകുകയും ന്യൂട്രിയൻസിന്റെ ഫ്ലോ കുറയ്ക്കുകയും ചെയ്യും. അപ്പോഴാണ് ചെടി നമുക്ക് ഒരു അറസ്റ്റിലോട്ട് പോകുന്നത്, ഈ ഫംഗസ് പ്രശ്നം കൊണ്ടുള്ള അറസ്റ്റ്. ആ ഒരു പ്രശ്നം നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അടുത്ത മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു തട്ടമർച്ചിൽ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഫംഗിസൈഡാണ്. ഏകദേശം 2000 to 2200 രൂപ വരെ MRP പ്രൈസ് വരുന്ന ഒരു കോമ്പിനേഷനാണ്. 200 to 250 ml ആണ് ഇതിന്റെ ഡോസേജ്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് പിക്കാസോസ്ട്രോബിൻ പ്ലസ് പ്രോപ്പിക്കണസോൾ ആണ് വരുന്നത്. നല്ലൊരു റിസൾട്ടാണ്. ബ്ലാസ്റ്റ് എന്ന് പറയുന്ന രോഗങ്ങൾക്കൊക്കെ നല്ല റിസൾട്ടാണ്. നമുക്ക് നമ്മുടെ പോമയുടെ വെർഷനുകളാണ് ഈ ബ്ലാസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് നല്ല റിസൾട്ടുള്ള കോമ്പിനേഷനാണ്. അത്യാവശ്യം എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്.
നല്ലതാണ്, ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കീഴിൽ കമൻറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാനും പറ്റും. ഇത്രയൊക്കെ പറയുന്നത് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. കുറച്ച് ദിവസങ്ങൾ നമ്മൾ വീഡിയോ ഇടാൻ താമസിച്ചെന്ന് എല്ലാവരോടും സോറി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. നമ്മുടെ തിരക്കുകളൊക്കെ കാര്യം കൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ കഴിയുന്നത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. ഓക്കെ, സ്റ്റോപ്പ്.